Abalo and cookie stories. കാന്താരിമുളക്, ഇഞ്ചി, വെളുത്തുള്ളി ചതച്ചത്, തിരണ്ടി ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുത്ത് ഇട്ട് കൊടുക്കാം. നല്ല എരിവുള്ള മുളക് പൊടി 2 ടേബിൾ സ്പൂൺ അളവിൽ ഉപയോഗിക്കാം. മഞ്ഞൾപ്പൊടി 1.5 ടീസ്പൂൺ, നല്ല വറുത്ത് പൊടിച്ചിട്ടുള്ള മല്ലിപ്പൊടി 2.5 ടേബിൾ സ്പൂൺ, ആവശ്യത്തിന് കല്ലുപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. രണ്ട് തണ്ട് കറിവേപ്പില ഇതുപോലെ മുറിച്ചെടുത്തിട്ട് ഇട്ട് കൊടുക്കാം. ഒരു തക്കാളി കുറച്ച് വലിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുത്തിട്ട് അതും കൂടി ഇട്ട് കൊടുക്കാം. ഇനി കൈകൊണ്ട് നന്നായിട്ട് മിക്സാക്കി എടുത്ത് മസാല എല്ലാ ഭാഗത്തോട്ടും പിടിപ്പിച്ചെടുക്കാം. മീൻ കഷ്ണങ്ങൾ വേകാൻ ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ചു കൊടുത്ത് വീണ്ടും നന്നായിട്ട് മിക്സാക്കി എടുക്കുക. അടുപ്പിലോട്ട് വെച്ച് അടച്ചു വെച്ചിട്ട് ഒരു 20 മിനിറ്റ് നേരം വേവിച്ചെടുക്കാം. പിന്നീട് തുറന്നിട്ടിട്ട് ഇതുപോലെ വറ്റിച്ചെടുക്കാം. ചീനച്ചട്ടിയിലോട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് ഒരു 12 ചെറിയ ഉള്ളി അരിഞ്ഞെടുത്ത് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുത്ത് ഈ കറിയിലോട്ട് മിക്സാക്കിയെടുത്ത ടേസ്റ്റോടെ ചൂടോടെ സെർവ് ചെയ്യാം. ചപ്പാത്തി, ചോറ് എന്തിൻ്റെ കൂടെ എല്ലാം സെർവ് ചെയ്യാനായിട്ട് പറ്റുന്ന നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ളൊരു തിരണ്ടി മസാല കറിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം, ഫീഡ്ബാക്ക് അറിയിക്കണം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഫോളോ ചെയ്യാനായിട്ടും മറക്കരുത്. ഇനി നമുക്ക് പുതിയ വെറൈറ്റി റെസിപ്പിയുമായി പുതിയ വീഡിയോയിൽ കാണാം. താങ്ക് യു.